പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയൊരു വളം, അതും ഒരു പണിയും എടുക്കാതെ തന്നെ വീട്ടിൽ തന്നെ കിട്ടുന്നൊരു വളം കാണിച്ചിരാന്നുള്ളത് അല്ലേ. വളം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ കൂട്ടാണ് കേട്ടോ. ഒന്നും ചെയ്യാനില്ല, കൊണ്ടുപോയിട്ട് നട്ടാൽ മാത്രം മതി കേട്ടോ. ഇത് നമ്മുടെ തെങ്ങിൻ്റെ താഴെന്നാണ് കേട്ടോ. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റൊക്കെ വീട്ടിൽ പച്ചക്കറിൻ്റെ ആയാലും എല്ലാ വേസ്റ്റും ഇപ്പോൾ ചപ്പൊക്കെ അടിച്ചു കൂട്ടിയാലും അതെല്ലാം ഈ തെങ്ങിൻ്റെ ചവിട്ടി തന്നെയല്ലേ കൊണ്ടിടുക. അപ്പോൾ അത് കിടന്ന് മണ്ണ് നല്ല ലൂസായിട്ട് ശരിക്കൊരു കമ്പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പച്ചക്കറിയുടെയും ഈ ഉണക്കിയ ഇലകളില്ലേ അതിൻ്റെയും എല്ലാം കൂടി മണ്ണിൽ മിക്സായിട്ട് മണ്ണ് നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പച്ചക്കറി നടുന്നത്. ഇതുകൊണ്ട് നടുകയെന്നുണ്ടെങ്കിൽ നല്ല മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് നടുന്ന സമയത്ത് വേറെ വളമൊന്നും ചേർക്കേണ്ടതില്ലല്ലോ. നല്ല വളമുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, എടുക്കുമ്പോൾ തന്നെ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് തെങ്ങിൻ്റെ വേരുള്ളതുകൊണ്ടാണ് ഇടയിൽ സ്റ്റക്കാവുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണ്ണ് വേഗം കിട്ടുന്നുണ്ട്. അല്ലാതെ നിരപ്പായിരിക്കുന്ന സ്ഥലത്തൊക്കെ മണ്ണ് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം നനച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അതൊന്ന് എടുത്ത് കിട്ടിയാലും കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് അത് വീണ്ടും നല്ലോണം ഉണങ്ങി ആകെ ഡ്രൈ ആയിട്ട് നല്ല ബലമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതാവുമ്പോൾ. അപ്പോൾ ഞാനിത് കൊണ്ടുപോയിട്ട് ആദ്യം കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഒന്നുകൂടി എടുക്കുന്നതാണ്. നമ്മുടെ അവിടെ ഒരു 5 തെങ്ങുണ്ട് കേട്ടോ. 1-2 തെങ്ങിലൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതായത് ഈ വേസ്റ്റൊക്കെ ഇട്ടിട്ട് കുമ്പളങ്ങേൻ്റെ വള്ളിയും അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ താഴെയും ഒരു സൈഡ് ഫുള്ള് ചക്കരവള്ളിക്കിഴങ്ങില്ലേ, എന്താണ് സ്വീറ്റ് പൊട്ടറ്റോ, ആ സംഭവമൊക്കെ തനിയെ ഈ വേസ്റ്റ് ഇട്ടേന്ന് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കളയണ്ടെന്ന് കരുതിയിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ ആ വേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ തെങ്ങുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഇതുപോലെ നിങ്ങൾ എന്തായാലും വേസ്റ്റ് ഇടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ അതിൻ്റെ ചപ്പൊക്കെ കുറച്ച് മാറ്റിയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല മണ്ണാണ് കേട്ടോ. ആദ്യം ഞാൻ എടുത്തതിൽ കുറച്ച് കല്ലുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നേരത്തെ എടുത്ത് വെച്ചിട്ട് അതാണ് അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഉള്ളതിൽ കല്ലില്ല. അപ്പോൾ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതേ ഗ്രോ ബാഗിൽ അടിയിൽ ആദ്യം ഉണക്കിയ ഇലയുണ്ടാവില്ലേ, ഉണക്കല, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മണ്ണ് മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ലെയറും കൂടി ഞാൻ ഉണങ്ങിയ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നട്ടാൽ മതി കേട്ടോ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നടാം കേട്ടോ. പൂച്ചെടിയാണെന്നുണ്ടെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം നടാം കേട്ടോ. ഈ ടൈമിൽ ഞാനത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ തെങ്ങിൻ്റെ താഴെയും ഈ വേസ്റ്റ് ഇട്ടിട്ട് കുമ്പളങ്ങേൻ്റെ വള്ളിയും ചക്കരവള്ളിക്കിഴങ്ങിൻ്റെ വള്ളിയും അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടും മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിലിങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ. ഇതല്ലാതെ കൈപ്പയ്ക്കയും തണ്ണിമത്തൻ്റെയും അതായത് എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ബീട്രൂട്ട് മുളച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഈ തെങ്ങിൻ്റെ താഴെ നിന്നൊക്കെ നമ്മൾ എടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് മാത്രം ഞാൻ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് നീക്കി നോക്കിയപ്പോൾ ഇത് കറക്റ്റായിട്ട് മുളച്ച് നിൽക്കുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതും കൂടി വലിച്ചെടുത്തിട്ട് അതും കൂടി നട്ടു കൊടുക്കാമെന്ന് കരുതി. ഇനി എന്തായാലും മഴ നല്ലോണം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങിനൊക്കെ വളമിട്ട് കൊടുക്കണം. അപ്പോൾ വളമിട്ട് കൊടുക്കുമ്പോൾ എല്ലാം ചെത്തി ഇളക്കി മാറ്റണമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഇത് എടുത്ത് മാറ്റും. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ നടാമെന്ന് കരുതിയിട്ടാണ്. അത് ഞാൻ ആദ്യം വെച്ചത് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നത് കുത്തിയിട്ടാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ ഇത് കണ്ടത്. അപ്പോൾ ഇത് വേറൊരു ഗ്രോ ബാഗിലും കൂടി അതേപോലെ തന്നെ മണ്ണ് സെറ്റാക്കിയിട്ട് അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ഥലമില്ലാത്തവർ ഇതുപോലെ ഗ്രോ ബാഗോ ഇല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പകുതി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് കഴുകി നല്ലോണം വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചെങ്കിലും പച്ചക്കറി വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ. പുറത്തുനിന്ന് ഈ കെമിക്കലൊക്കെ ചേർത്തിട്ട് വിഷമൊക്കെ അടിച്ചിട്ട് കിട്ടുന്ന പച്ചക്കറിനേക്കാളും കുറച്ചുകൂടി നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കാണാനും നല്ല രസമാണ്. ഞാനിതൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്ത് എണീറ്റതും വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ച് നേരം നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഈ പപ്പായ ചെടി എന്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചക്രവള്ളിക്കിഴങ്ങ്, അതൊക്കെ അതേ മുളച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ തനിയെ വന്നാണ് കേട്ടോ. ഒരെണ്ണം മാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തെങ്ങിൻ്റെ താഴെ നിൽക്കുന്നതൊക്കെ വേസ്റ്റ് ഇട്ടേന്ന് വന്നാണ് കേട്ടോ. ഈ ഒരു സൈഡ് മാത്രമുണ്ട് നമ്മൾ നേരത്തെ മണ്ണെടുത്തത്. ഇത് പിന്നെ നമ്മൾ നേരത്തെ തക്കാളി ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി അതിൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി ഇവിടെ കുറച്ച് വെക്കാനുണ്ട് കേട്ടോ. ഞാൻ തൈകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നടണം. കുറച്ചൊക്കെ ഞാൻ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ബാക്കി
നിലത്ത് നടാനുള്ളതൊക്കെ നിലത്തുമാണ് കേട്ടോ നടുന്നത്. ദേ ഈ ഒരു ഗ്രോ ബാഗാണ് കേട്ടോ ഞാൻ കുറച്ച് മേടിച്ചിട്ടുള്ളൂ, നോക്കിയിട്ട് പിന്നെ മേടിക്കാമെന്ന് കരുതിയിട്ടാണ്. കുറച്ചുകൂടി നല്ലത് ഇതിന് തന്നെ ഇപ്പോൾ ഒരു ഒരെണ്ണം 14 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സിമൻറ്റ് ചാക്കൊക്കെ ഇപ്പോൾ പലയിടത്തും വീട് പണി നടക്കുന്നതല്ലേ, അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഞാനിത് തൈ വാങ്ങിയിട്ട് ഈ സിമൻറ്റ് ചാക്കിന് വെയിറ്റ് ചെയ്ത് കിട്ടാതായപ്പോൾ ഗ്രോ ബാഗ് അങ്ങനെ മേടിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്ന് നിർത്തിയിട്ട് അപ്പോൾ അതേ ആദ്യം പയർ ഇതൊക്കെ വള്ളിപ്പയറാണ് കേട്ടോ. ഈ വള്ളിയായിട്ടുള്ളതൊക്കെ കൂടുതലും ഞാൻ ഗ്രോ ബാഗിൽ വെച്ചു. അതാകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് പിന്നെ ഒരു കോലോ ഒരു പന്തലൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കയറാനല്ലേ. അപ്പോൾ താഴെ വെക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. അത്യാവശ്യം ഞാൻ ഈ മണ്ണിൽ നല്ല വളമുണ്ട് എങ്കിലും ഞാനിവിടെ ഒരു മിക്സ്ഡ് വളം മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് ചാണകമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കുറച്ചിട്ട് കൊടുത്താണ്. ഇത് ഞാൻ അന്ന് കൊടൈക്കനാൽ പോയില്ലേ, അപ്പോൾ അവിടെ നിന്ന് വലിച്ചിട്ട് വന്ന പൂച്ചെടികളുടെ കുറച്ച് വിത്താണ് കേട്ടോ. ഇത് ശരിക്കും ഒരു അപ്പൂപ്പൻ നാടിൻ്റെ അതുപോലത്തെ ഒരു വിത്തുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കൊടൈക്കനാൽ പോയിട്ട് ഒരു 3 കളറിൽ പൂവായിട്ട് നമ്മൾ എടുത്ത ഹോട്ടലിൻ്റെ തൊട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ തൈ മേടിച്ച ആ ഒരു ബോക്സിൽ അതിൽ തന്നെ നട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ മുളയ്ക്കാന്നുണ്ടെങ്കിൽ എന്താണ് എടുത്ത് നടാൻ ഈസി ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു തണ്ട് ഞാൻ അവിടെ നിന്ന് വലിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഒരു എന്താണ് ലൈറ്റ് ബ്ലൂ കളറിലാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നീടാണ് അത് നടുന്നത് കേട്ടോ. ഇങ്ങനെ എന്നെപ്പോലെ ട്രിപ്പ് പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഇതുപോലെ തൈകളും അതും ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് വരുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എല്ലാം കഴിയുമ്പോഴേക്കും രാത്രിയായിട്ട് അതൊക്കെ നട്ട് കഴിയുമ്പോൾ എന്തായാലും കൊണ്ടുവന്നല്ലേ കരുതിയിട്ട് എല്ലാം സ്പീഡിൽ തന്നെ എല്ലാം നട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതേ നല്ല രാത്രിയായിട്ടുണ്ട്. ഇത് പിന്നെ സീമക്കൊന്നയില്ലേ കമ്മ്യൂണിസ്റ്റ് പച്ച, അതാണ് കേട്ടോ ഞാനൊരു അര ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് മുങ്ങുന്ന ലെവലിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുക, എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ അത് എടുക്കുക. എന്നിട്ട് ഒരു കപ്പിന് ഒരു 5 6 അങ്ങനെയാണ് കേട്ടോ ഞാനൊരു വീഡിയോസിൽ കണ്ടാണ്. 10 കപ്പോളം, ഒരു കപ്പിന് 10 കപ്പോളം എന്തോ വെള്ളം അതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം വളരുന്ന കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.